ഞാൻ ജനിച്ച സമയം മുതൽ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതും അറിഞ്ഞിട്ടുള്ളതും ഒക്കെ മോഹൻലാൽ സിനിമകളാണ്. അപ്പം അങ്ങനെ ഒരു ആക്ടറിനെ യൂസ് ചെയ്ത് ഒരു സിനിമ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരേ സമയം ട്രിക്കിയുമാണ്, അതേപോലെ തന്നെ എക്സൈറ്റ്മെൻറ്റുമാണ്. ആ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് അതിൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കും. മോഹൻലാൽ 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 തുടരും. ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. അന്യായം ലാലേട്ടൻ പൊളിച്ച് തിമിർത്തും തകർത്ത്. അയ്യോ എന്റെ മാഡം സാർ കലക്കി പൊളിച്ചിരിക്കുക. ദൃശ്യത്തിന് ശേഷം 2025 തുടരും. എങ്ങനെയുണ്ട് പടം? നല്ല ഇടിവെട്ട് പടമാ സാറേ. കളക്ഷനോ? ഹൗസ്ഫുൾ ആണ് സാർ. ഒരാഴ്ചത്തേക്ക് ആ ഏരിയയിലോട്ട് എടുക്കണ്ട. ഊണ് കഴിക്കാൻ പോകുന്നതിന് ചിക്കൻ ബിരിയാണി കിട്ടിയെന്ന് പറയത്തില്ലേ, അമ്മ ഒരു എക്സ്ട്രാ ഓർഡിനറി ലാലേട്ടൻ. നമ്മൾ തമ്മിൽ എത്ര സിനിമ അഭിനയിച്ചിട്ടുണ്ടാകും ശോഭന? 55 സിനിമകൾ. വീണ്ടും സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചവരില്ലേ? എന്നെ ആരും വിളിച്ചില്ലല്ലോ. ഒരു കഥ സുട്ടാ സാർ. ലാലേട്ടന്റെ പെർഫോമൻസ് ആണെങ്കിലും അങ്ങേരുടെ ഫിസിക് ആണെങ്കിലും അങ്ങേരുടെ ആക്ടിങ് ആണെങ്കിലും അങ്ങേരെ എവിടെയും പോട്ടില്ല, അങ്ങേര് തീർന്നിട്ടില്ല. ലാലേട്ടന്റെ അഭിനയത്തിന് കൈയടി. ഏത് മറ്റേ മാസിനോ മുണ്ടു മടക്കി കുത്തലിനോ ഇൻട്രോയ്ക്കോ അതൊന്നല്ല. സത്യം പറഞ്ഞ ചേട്ടായി, ഇങ്ങനൊരു ദിവസം ചേട്ടായി ആഗ്രഹിച്ചിരുന്നില്ലേ? ഞാൻ ആഗ്രഹിച്ചത് തന്നെ കിട്ടി. നല്ല അസല് സദ്യ ഉണ്ട് എഴുന്നേറ്റവനെ പോലെ സന്തുഷ്ടനാണ് ഞാൻ. ശരിക്കും ഇംപ്രസ്ഡ് ആയി. ഈ അടുത്ത കാലത്ത് അങ്ങനെ ഒരു കഥ വന്നിട്ടില്ല. ഗംഭീർ റൈറ്റിംഗ് സെറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നല്ലൊരു മേക്കർ, തരൺമൂർത്തി നല്ല മേക്കറാണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്നെ ഏൽപ്പിച്ച കാര്യം ഞാൻ ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം അത് ഗംഭീരമായിട്ട് ഡയറക്റ്റ് കൂടി ചെയ്തതോടുകൂടി ഒരു അന്യ ലാലേട്ടൻ സിനിമ. സാറേ നിങ്ങള് മരണമാസാട്ടോ. അന്ന് എല്ലാവരും എന്നെ പുച്ഛിച്ചു. എന്നിട്ട് ഇപ്പൊ എന്തായി? ഉള്ളവനാ ഞാൻ ഉച്ചിരി കാണിക്കാൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അമ്മാവാ. ഇതതിന്റെ ഒരു തുടക്കമല്ലേ? ജോയ് പൊന്നെ, ഇതാണ് പരിപാടി. അതായത് ഫസ്റ്റ് ഹാഫിൽ കൊടുക്കേണ്ട സ്കോർ അങ്ങനെ, സെക്കൻഡ് ഹാഫിൽ കൊടുക്കേണ്ട അങ്ങനെ, ഫോക്ക് അങ്ങനെ. നമ്മെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ നാം ചെയ്തു. ഉണ്ണി നന്നായിട്ടുണ്ട്, കലക്കി. എന്നാ കഥയും മ്യൂസിക് പറഞ്ഞറിയോ? டிக்கெட் புக் பண்ணினா? டேய் நீ பண்ணியாடா? நீ பண்ணியா? நீங்க யாரா பண்ணீங்களா? யாருமே பண்ணலையாடா? കൊള്ളാമല്ലോ. എന്നാടി വേണ്ട, കുറെ നേരത്തെ വാങ്ങേണ്ടതായിരുന്നു. അലിപ്പഴം പോലെ ഞാവൽപ്പഴം പോലെ 1000 പൊൻപണം വീണ് കിട്ടി. മാസാൻ ആക്ടർ, അതുകൊണ്ടാണ് അദ്ദേഹം വേറൊരു ലീഗിൽ നമ്മൾ അദ്ദേഹത്തെ പ്ലേസ് ചെയ്തിരിക്കുന്നത്.